ഒക്ടോബർ 13 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ലഘൂകരിക്കാത്ത വിലയിരുത്തൽ എന്ന തലക്കെട്ടോടുകൂടി 10ാമത്തെ പടിയുടെ ഭാഗമായിട്ടുള്ള മലയാളം 83ാമത്തെ പേജിലെ ലിറ്ററേച്ചർ എന്നാണ്. അവിടെ 10ാമത്തെ പടി എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള മുഴുവൻ പടികളും അവിടെ കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല 10ാമത്തെ പടി വളരെ കൃത്യമായിട്ട് ഞാനെന്ന മധ്യാസക്തനെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഒരു രാത്രി കൊണ്ട് എനിക്ക് മാന്യനാവാനോ മാറാനോ പറ്റില്ല. അപ്പം എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരാളാണെന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ മദ്യാസക്തനായി പോകുന്ന ആളുകൾ വീണ്ടും കുടിച്ചു പോയി വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം ഞാനും എത്തുന്നതിന് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. അവിടെയാണ് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കാത്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി പറ്റും. നമ്മൾ പ്രോഗ്രാമിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴും അവിടെ എന്താണ് ആ പടികളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായതുകൊണ്ടോ നമ്മളത് കഴിഞ്ഞ ചരിത്രം പരിശോധിച്ചത് കൊണ്ടോ മാത്രം കാര്യമില്ല. മറ്റേതെന്താണ്, ജീവിതകാലം മുഴുവൻ ഞാൻ തുടരേണ്ട ഒരു പ്രോഗ്രാമിലാണ്. അത് ഞാൻ പ്രവർത്തിക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഗുണമുണ്ടാവും. അല്ലാണ്ട് പടി ഞാൻ എഴുതിയോ എഴുതാതെ ചെയ്തോ എന്നുള്ളതല്ല. അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ അവിടെ വീണ്ടും 3ാമത്തെ പടിയിലേക്ക് കടന്നുപോയി. എന്താണ് എൻ്റെ കുഴപ്പം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സ്വാർത്ഥതയെ ഞാൻ പരിശോധിക്കാൻ, ആ വിലയിരുത്തൽ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ എൻ്റെ എല്ലാ പ്രശ്നവും ഇതാണ്, സ്വാർത്ഥതയാണ്, എല്ലാം എൻ്റെ പ്രശ്നങ്ങളിൽ ഊന്നിയ ഭയമാണെന്നുള്ള ആ തിരിച്ചറിവാണ്. സ്വാർത്ഥത ഞാൻ തിരിച്ചറിയുന്നുണ്ട്. സ്ഥിരമായ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത എൻ്റെ സ്വഭാവം തിരിച്ചറിയുന്നുണ്ട്. കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റാത്ത എൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ എനിക്ക് ആളുകളോടുള്ള വിദ്വേഷം, നീരസം, ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ നിസാര കാര്യം മതി എനിക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ ആ നീരസം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? അവിടെ 4ാമത്തെ പടി കടന്നു പോകുന്നുണ്ട്. ഡെയിലി നീരസം ഉണ്ടാവും. ഭാര്യയോടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോടായിരിക്കാം. എന്തിന് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിൽ ഇപ്പോൾ ഒരാൾ നമ്മളെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ വേറൊരാൾ മീറ്റിങ്ങിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മൈക്ക് ഓണായി, അല്ലെങ്കിൽ ചീത്ത വിളിച്ചു, അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ കടന്നു വരും. നമുക്കിഷ്ടമില്ലാത്ത ചെയ്യുന്ന ആളുകളുണ്ടാവും, തെറ്റായ പ്രവർത്തികൾ വീണ്ടും ആവർത്തിക്കുന്ന ആളുണ്ടാവും. ഞാൻ അവരെ പഴയ ജീവിത രീതിയിൽ അവരെക്കുറിച്ച് തെറി പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ ഏടെ ജീവിത രീതിയിലാണ് ഏക്കാരനാണെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? ആ വിദ്വേഷത്തെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന എന്താണ് 4ാമത്തെ പടിയിലെ വിദ്വേഷം ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് വിദ്വേഷമുണ്ടായി എന്ന് പരിശോധിച്ച് ആ വിദ്വേഷത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രതീക്ഷയ്ക്കൊത്തല്ല മറ്റുള്ളവർ പ്രവർത്തിക്കേണ്ട എന്നുള്ള ബോധത്തിലേക്ക് കടന്നു വരുന്നു. എൻ്റെ ഭയം, ആളുകളോടുള്ള ഭയം വല്ലാത്ത ഭയമാണ്. നല്ല പലപ്പോഴും നമ്മൾ നോക്കിയാൽ പലരോടും വിദ്വേഷം ഉണ്ടാവുന്നതിനും അല്ലെങ്കിൽ നീരസം ഉണ്ടാവുന്നതിനൊക്കെ നമ്മുടെ ഭയവും ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ഭയം, മറ്റുള്ളവരിപ്പോൾ നമ്മളെല്ലാം അവഹരിക്കാൻ പോവാണോ, അവരെന്തൊക്കെയോ ചെയ്യാൻ പോവാണോ എന്നുള്ള ഭയം, ഇതെല്ലാം നമ്മൾ പരിശോധിക്കുന്നു. അതിനുശേഷം ഇത് നമുക്ക് വീണ്ടും കടന്നു വരുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഓരോ സമയങ്ങളിലും അവ നീക്കിത്തരുന്നതിനായിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്രാർത്ഥന പോലും അവിടെ നടത്തുന്നത് എൻ്റെ സ്വാർത്ഥത, സത്യമില്ലായ്മ, വിദ്വേഷം, ഭയം, അതിനെ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞാണ്. അങ്ങനെ പ്രാർത്ഥന നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഞാൻ അടുത്ത ആരോടെങ്കിലും തുറന്നു പറയണം. 5ാമത്തെ പടി തീർച്ചയായിട്ടും അവിടെ കടന്നു വരുന്നു. അപ്പോൾ 4ാമത്തെ പടി അപ്പോൾ ദൈനംദിനമായിട്ട് തന്നെ ഇത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോഴും അടുത്ത ആരോടെങ്കിലും ഇതിനെപ്പറ്റി എങ്ങനെയാണ് ചർച്ച നടത്തുക എന്ന് വെച്ചാൽ നമുക്ക് രീതി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയുന്ന രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ മാറണം എന്ന ആ കാര്യവും നമ്മുടെ സന്നദ്ധതയും ഇതെല്ലാം അവിടെ ചർച്ചയിൽ കടന്നു വരണം. നമ്മളവിടെ ദ്രോഹം വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെന്താണ് ഈ ചർച്ചയിലൂടെ തന്നെ നമുക്ക് 6ഉം 7ഉം പടികളൊക്കെ കടന്നു വരും. അത് കഴിഞ്ഞാൽ പിന്നെന്താണ് 8ഉം 9ഉം പടികളാണ്. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃത്യമായ ബോധ്യത്തിലേക്ക് എങ്ങനെയാണ് പരിഹാരം ചെയ്യേണ്ടത് എന്നുള്ള കാര്യമുണ്ട്. 8ഉം ഉണ്ട് 9ഉം ഉണ്ട് നമ്മുടെ അടുത്ത് കൃത്യമായ ബോധ്യത്തിൽ പ്രത്യക്ഷപരമായ പരിഹാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമുണ്ട്. അവിടെ
തന്നെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്വഭാവം മാറ്റിക്കൊണ്ട് എനിക്ക് മാറാൻ പറ്റും. എനിക്ക് സഹായിക്കാൻ സാധിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുക. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലേക്ക് വളരെ കൃത്യമായിട്ട് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ വിലയിരുത്തൽ കൃത്യമായിരിക്കുകയും 4 മുതൽ 9 വരെയുള്ള പടികളെ, ആ പടികളുടെ രീതികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് 10ാമത്തെ പടിയിൽ കടന്നു വരുന്നത് എന്നുള്ളതാണ്. ആണ് ഏറ്റവും വലിയ രസം. 4 മുതലല്ല, 3ാമത്തെ പടിയിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ബാക്കി പടികളിലൂടെയുള്ള കടന്നുപോക്കാണ്. 1 മുതൽ 9 വരെയുള്ള പടികൾ എന്ന് പറയാം. അതിനെ കൃത്യമായ രീതിയിലാണ് കടന്നു പോകുന്നത്. ഓരോ വിലയിരുത്തലിലും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വിലയിരുത്തൽ ആത്മപരിശോധനയുടെ രീതിയിൽ നിന്നുകൊണ്ടുള്ള വിലയിരുത്തൽ, അഭിമാനബോധത്തെ എങ്ങനെ സന്തുലിതമാക്കണം, വളരെ പ്രാക്ടിക്കലാണ്. നമ്മുടെ പ്രോഗ്രാം വളരെ പ്രാക്ടിക്കലാണെന്ന് പറയും. നമ്മുടെ പ്രോഗ്രാം അതേപോലെ തന്നെ വളരെയധികം ലഘുവായതാണ് ഏടെ പരിപാടികൾ. പക്ഷേ അത് നടത്തുന്ന നമ്മൾ സങ്കീർണമായ ആളുകളാണ്. അല്ലെങ്കിൽ നടത്താനുള്ള നമ്മുടെ തയ്യാറെടുപ്പും നമ്മളിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം വിടാത്തത് കൊണ്ടാണ്, നമുക്ക് നമ്മൾ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിൻ്റെ കഠിനമായി തോന്നുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറച്ച് ഇത്തരം കാര്യങ്ങളെ പരിശോധിക്കുകയും മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റം പറയുന്നതിന് പകരം നമ്മളുടെ തെറ്റുകളിലേക്കും കുഴപ്പങ്ങളിലേക്കും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നമ്മൾ നോക്കുന്നതിനനുസരിച്ചിട്ട് ഈ ലോകവും ഈ ലോകത്തിലെ ആളുകളും ഒക്കെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. 2ാമത്തെ പടിയിൽ തന്നിട്ടുള്ള ആ വലിയ ഒരു സൗന്ദര്യ ആസ്വാദക രീതി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു. ഒരു വനത്തിലേക്ക് നോക്കുമ്പോൾ വനത്തിലെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് അവിടെ നല്ല രസകരമായിട്ട് പക്ഷികളുടെ കളകൂചനം നമുക്ക് കേൾക്കാം. അരുവിയുണ്ട്, അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന മൃഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള മറ്റ് പല പല കാഴ്ചകൾ നമുക്ക് കാണാം. പക്ഷെ നമ്മളെന്താ ചെയ്യുക? നമ്മളിതൊന്നും അല്ലാതെ അവിടെ ഉണങ്ങി നിൽക്കുന്ന കമ്പും ചില്ലയും ഉണങ്ങിയ ഒരു മരത്തെക്കുറിച്ച് പറയാം, ഈ എന്തൊരു അഭംഗിയാണ് ഈ കാട്ടിൽ, ഇങ്ങനത്തെ ഒരു മരം നിൽക്കുന്നുണ്ടില്ല, എല്ലാതും പോയി എന്ന് പറഞ്ഞു. കാരണം നമുക്കിതിൽ കാഴ്ച കൊടുക്കാൻ പറ്റുള്ളൂ. അത്തരം പരിപാടികളിൽ നിന്നുള്ള മാറ്റം ഉണ്ടാവുമോ? അവിടെ ഓരോന്നിനും നെഗറ്റീവ് കണ്ടുപിടിച്ച് ആ നെഗറ്റീവ് എടുത്ത് പറയുമ്പോൾ നമ്മളെവിടെ എത്തുന്നു? അതിനു പകരം ഈ വിലയിരുത്തൽ എവിടെയാണ്? നമ്മളെ വിലയിരുത്തുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണുന്നത്? അതിനർത്ഥം എന്താ അവിടെ അങ്ങനെ ഉണങ്ങിയ കമ്പും ചില്ലയുള്ള മരം ഇല്ല എന്നാണോ? തീർച്ചയായിട്ടും അതല്ല. ഉണങ്ങിയ കമ്പും ചില്ലയുള്ള മരം അവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ അതിൽ മാത്രം മുടക്കി പോകുന്ന ബാക്കി മനോഹരമായ കാഴ്ചകൾ കാണാൻ നമുക്ക് പറ്റാതെ നമ്മളെ തടഞ്ഞു നിർത്തുന്ന പല ഗുണങ്ങളുമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ, ആ മനുഷ്യരുടെ ഗുണങ്ങളിലേക്കും നന്മകളിലേക്കും നമ്മൾക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളുടെ സ്വാർത്ഥത, നമ്മളിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം, നമ്മുടെ സത്യമില്ലായ്മ, നമുക്ക് പരിപൂർണമായി മാറാനുള്ള ആഗ്രഹമില്ലായ്മ, നമ്മുടെ വിദ്വേഷം, നമ്മൾ തന്നെയാണ് വലിയവൻ, നമ്മൾ തന്നെ നമ്മുടെ ഈഗോ, നമ്മുടെ അറിവിനപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ള ബോധ്യം, നമ്മുടെ ഭയം, ആ ഭയം അതെന്നാണ് നമ്മുടെ ഈഗോയിൽ നിന്ന്, നമ്മുടെ അറിവുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയും മറ്റുള്ളവർ അന്ധമായിട്ട് ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് വരുന്നതിൻ്റെ കാരണം ആ ഭയം കൊണ്ടാണ്. ഭയമൊക്കെ ഒഴിവാക്കിയ വളരെ രസകരമായിട്ട് അയാൾ എന്തോ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ എൻ്റെ സ്വഭാവത്തിലെ ഓരോ ദൂഷ്യങ്ങളെയും കരുതിയിരിക്കണമെന്നുള്ള വളരെ കൃത്യമായിട്ട് അതിനെങ്ങനെ കരുതിയിരിക്കണം, എങ്ങനെ നീക്കണം എന്ന ഓർമ്മപ്പെടുത്തലുമായിട്ട് 10ാമത്തെ പടിയിലൂടെ ദൈനംദിനമായിട്ടുള്ള വിലയിരുത്തൽ നടത്തി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്രഷൻ നടന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പര്യന്തത്തിൽ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.